കുട്ടികളിൽ ഉണ്ടാകുന്ന നീര് ഇതൊരു സാധാരണ കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. നമുക്ക് ചിലപ്പം അത്ഭുതമായിട്ട് തോന്നും, നമ്മുടെ ശരീരത്തിൽ ഒരു 60% വെള്ളമാണ്, എന്നാലും നമുക്കാർക്കും നീര് കാണാറില്ല. ഇതിൻ്റെ കാരണം ശരീരത്തിലുള്ള വെള്ളം ഒരു 60% സെൽസിനകത്താണ് ഉള്ളത്. ബാക്കിയുള്ള വെള്ളം ഒരു 1/4 ഭാഗം ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലും പിന്നെ ഒരു കുറച്ച് ഭാഗം രക്തക്കുഴകളിലാണ്. ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള വെള്ളം കൂടുമ്പോഴാണ് സാധാരണ നീര് കണ്ടുവരുന്നത്. എന്താ അതിൻ്റെ കാരണം? ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് വെള്ളം വരണമെങ്കിൽ രക്തക്കുഴകളിൽ ആൽബുമിൻ ലെവൽ കുറയുമ്പോഴാണ് ആയിരിക്കാൻ വരിക. എന്ന് വെച്ചാൽ ആൽബുമിന് വെള്ളം രക്തക്കുഴകളിനകത്ത് പിടിച്ചു വയ്ക്കും. കൂട്ടത്തിൽ അമിതമായ രക്തക്കുഴലിലെ പ്രഷർ കൂടുമ്പോഴത്തേക്കും ചിലപ്പം ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് വെള്ളം നീക്കും. അപ്പോഴത്തേക്കാണ് നീര് വരുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ നീര് കാണാൻ കാരണം? പഴയ കാലം നമുക്ക് മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫാമിൻ, നമുക്ക് ബംഗാൾ ഫാമിൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കണ്ട പടങ്ങളൊക്കെ നമുക്ക് കാണാം. കുട്ടികളൊക്കെ തീരെ അവശതയായിട്ടിരിക്കുന്ന പിള്ളേരിലാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന പടം. പക്ഷേ ചിലവരിൽ നീരായിട്ടാണ് കണ്ടുവരുന്നത്. കാലിൽ നീര്, മുഖത്തിന് നീര്. അത് നമ്മൾ രക്തം പരിശോധിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് അവരുടെ രക്തത്തിൽ ആൽബുമിൻ ലെവൽ തീരെ കുറവായിരുന്നു. അപ്പോൾ ഈ ആൽബുമിൻ ലെവൽ കുറയുമ്പോഴത്തേക്ക് ശരീരത്തിലുള്ള രക്തക്കുഴലിനകത്ത് ഉള്ള വെള്ളം ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് വരുമ്പോഴാണ് ഈ നീര് കണ്ടുവരുന്നത്. കൂട്ടത്തിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് ഫങ്ഷൻ കുറയുമ്പോഴത്തേക്കും രക്തക്കുഴലുകളിൽ പ്രഷർ കൂടുമ്പോഴത്തേക്കും നീര് വരാം. കരണ്ട് അസുഖം, ഈ സമയത്തും പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് സാധാരണ വയറിലാണ് നീര് വരിക. വൃക്കകളിൽ വരുന്ന അസുഖം കൊണ്ട് വരുന്ന നീരാണ് പ്രധാന കാരണം. ഇത് നമ്മൾ 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന് നെഫ്രോട്ടിക് സിൻഡ്രോം, പിന്നെ ഉള്ളത് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, പിന്നെ ഉള്ളത് വൃക്ക തകരാർ, അക്യൂട്ട് കിഡ്നി ഇഞ്ചറി അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഇഞ്ചറി. നെഫ്രോട്ടിക് സിൻഡ്രോമാണ് സാധാരണ ഒരു 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു നീരിൻ്റെ പ്രധാന കാരണം. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്മമാരോ കുട്ടികളെ പറയും നീര് ഒരു 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് വരുന്നതായിട്ട് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് കൺപോളയിലായിരിക്കും ആദ്യം നീര്, പിന്നെ കാലിൽ നീരും, പിന്നെ ശരീരം മൊത്തം നീരുണ്ടാവുക. നമ്മൾ രക്തം പരിശോധിക്കുമ്പോഴത്തേക്ക് ബ്ലഡിൽ ആൽബുമിൻ ലെവൽ തീരെ കുറഞ്ഞിരിക്കും. അതേസമയത്ത് കൊളസ്ട്രോൾ ലെവൽ ഒത്തിരി കൂടുതലായിരിക്കും. മൂത്രം പരിശോധിക്കുമ്പോഴത്തേക്കും മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അംശം ഒത്തിരി കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ സാധാരണ 3.5 ഗ്രാമിൻ്റെ മേലായിരിക്കും 24 മണിക്കൂറിന് മൂത്രത്തിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത്. അപ്പം ഈ നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ പ്രധാന ഈ നീര് വരാൻ കാരണം രക്തത്തിലുള്ള ആൽബുമിന് മൂത്രത്തിൽ കൂടെ പോകുമ്പോഴത്തേക്ക് രക്തത്തിലുള്ള ആൽബുമിൻ്റെ ലെവൽ കുറഞ്ഞിട്ടാണ് നീര് വരിക. ഇതിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ് യൂഷ്വലി കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം വെച്ചാൽ കുട്ടികളിൽ നമ്മളൊരു 2-4 ആഴ്ച ഈ സ്റ്റീറോയിഡ് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നീര് വലിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് സ്റ്റീറോയിഡ് ഒരു 2 മാസത്തിനകത്ത് ടേപ്പർ ചെയ്ത് നിർത്താൻ സാധിച്ചേക്കും. പക്ഷേ ഒരു 70% ആളുകൾക്ക് വീണ്ടും വരാം, റിലാപ്സ് എന്ന് പറയും. മിക്ക ആളുകളും ഈ സ്റ്റീറോയിഡ് കഴിക്കുമ്പോഴത്തേക്ക് അസുഖം കുറഞ്ഞു വരും. പക്ഷേ ചിലവർക്ക് സൈക്ലോഫോസ്ഫമൈഡോ അല്ലെങ്കിൽ റിട്ടുക്സിമാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കൂടി കൊടുക്കുമ്പോഴത്തേക്ക് അസുഖം കുറഞ്ഞു വരും. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് റിലാപ്സിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് വേറൊരു കാരണമാണ്. ഈ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് സാധാരണ കുട്ടികൾ പറയുന്നത് ചില മൂത്രത്തിൽ പെട്ടെന്ന് അളവ് കുറയുക, മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം അത് തേയിലയുടെ നിറം മാതിരിയായിരിക്കും മൂത്രം കണ്ടുവരുന്നത്, അല്ലെങ്കിൽ കൊക്കക്കോളയുടെ കളർ മാതിരിയായിരിക്കും മൂത്രത്തിൻ്റെ നിറം വരുന്നത്. നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണും. ബ്ലഡ് യൂറിയ ക്രിയേറ്റിൻ ചിലപ്പം കൂടുതലായിരിക്കും. ഇവരിലും രക്തത്തിൽ ആൽബുമിൻ ലെവൽ ചിലപ്പം കുറഞ്ഞു കിട്ടും. പക്ഷേ നെഫ്രോട്ടിക് സിൻഡ്രോം അത്രയും കുറയത്തില്ല. അതേസമയം കൊളസ്ട്രോൾ ലെവൽ നെഫ്രോട്ടിക് സിൻഡ്രോം അത്രയും കൂടുതലും കാണത്തില്ല. പക്ഷേ ഈ കുട്ടികൾ നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കുമ്പോഴത്തേക്ക് രക്തസമ്മർദ്ദം അധികമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നീര് വരാൻ കാരണം കൂടുതൽ രക്തക്കുഴലുകളിലുള്ള ഫിൽട്രേഷൻ, കിഡ്നിയിലെ ഫിൽട്രേഷൻ ശരിക്കും നടക്കാത്തതുകൊണ്ട് രക്തക്കുഴലുകളിലുള്ള വെള്ളവും ഉപ്പും കൂടുതലാണ്. അപ്പോഴാണ് ഈ വെള്ളം ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നീരിൻ്റെ കാരണം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ ആഹാരക്രമം, നമ്മൾ ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക, വെള്ളം കുറയ്ക്കുക. ഇത് വെച്ച് തന്നെ ഒരു ശതമാനം ആളുകൾക്ക് നീര് കുറഞ്ഞു കിട്ടും. പിന്നെ ചിലവർക്ക് മൂത്രം കൂടെ പോകാൻ വേണ്ടിയുള്ള മരുന്നുകൾ, ഡയൂറിറ്റിക്സ് എന്ന് പറയും. പിന്നെ സാധാരണ ഈ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് വരുന്ന കുട്ടികളിൽ ഒരു 1-2 ആഴ്ച മുമ്പേ ഒന്നിൽ തൊണ്ടവേദനയോ അല്ലെങ്കിൽ ശരീരത്തിൽ കരപ്പനോ സ്കിൻ ഇൻഫെക്ഷനോ ശരീരത്തിൽ മുറിവുകളോ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് സാധാരണ ഈ അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് വരുന്നത്. പിന്നെ ചിലപ്പം ചില SLE പോലെ അസുഖങ്ങൾക്കും നീര് വരാം കുട്ടികളിൽ. വൃക്ക തകരാർ വേറൊരു പ്രധാന കാരണമാണ്. ഇത് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി പെട്ടെന്ന് വരുന്ന വൃക്ക തകരാറ്. ചിലപ്പം
ഈ വയറ്റിളക്കം വരുമ്പോഴത്തേക്ക് കിഡ്നി തകരാറ് വന്നിട്ട് ഫിൽട്രേഷൻ ശരിക്കും നടക്കാത്തപ്പം വരാം. ചിലപ്പം ചില തരം മരുന്നുകൾ കഴിച്ചാൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി വരാം. ചിലപ്പം പാമ്പ് കടിച്ചാലും ചിലപ്പം വൃക്ക തകരാറ്. ഇത് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്ന് പറയും. ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി വരുമ്പോഴത്തേക്ക് വൃക്കകളിൽ ഫിൽട്രേഷൻ ശരിക്കും നടക്കത്തില്ല. അപ്പോഴത്തേക്ക് ശരീരത്തിൽ എക്സസ് വെള്ളവും എക്സസ് ഉപ്പ് വരും. ആ സമയത്തും നമുക്ക് നീര് വരാം. ഇതിൽ നമ്മളും ഈ ആഹാരക്രമവും പിന്നെ മൂത്രത്തിൽ ഇത് കൂടുതൽ പോകാൻ വേണ്ടിയുള്ള ഡയോട്ടിക്സും കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 90% ആളുകളിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ചിലവരിൽ പക്ഷേ നമുക്ക് ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരാം. ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ സ്ഥായിയായി വൃക്ക തകരാറ് വരുന്നത്, ഇതും കുട്ടികളിലും ചിലപ്പം കണ്ടുവരാം. ഇതിൽ വൃക്ക തകരാറ് ഗ്രാജുവായിട്ട് കൂടിക്കൂടി വരും. അപ്പം ആദ്യ ഘട്ടത്തിലൊന്നും വലിയ നീര് കണ്ടില്ലെങ്കിലും വൃക്ക തകരാറ് ഒരു 80-90% ആകുമ്പോഴത്തേക്ക് നീര് കണ്ടുവരാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ആഹാരക്രമവും മരുന്ന് കൊണ്ടും മാത്രം നമുക്ക് ചിലപ്പം നീര് കുറയ്ക്കാൻ സാധിക്കത്തില്ല. പിന്നത്തെ ചികിത്സ ആണ് ഡയാലിസിസ്. ഡയാലിസിസ് 2 തരത്തിലുള്ള ഡയാലിസിസ് ഉണ്ട്. ഒന്ന് രക്ത ഡയാലിസിസ്, പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ്. രക്ത ഡയാലിസിസ് നമുക്ക് ശരീരത്തിലെ രക്തം ഒരു ഡയലൈസർ വഴി കടത്തി വിട്ടിട്ട് ഡയലൈസർ മെഷീനിൽ പ്രഷർ ഉപയോഗിച്ച് ശരീരത്തിൽ നിന്നുള്ള എക്സസ് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് ശരീരത്തിൽ നിന്നുള്ള വെള്ളം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിരിക്കും. പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമ്മളൊരു പ്രത്യേകം തരം ഒരു ദ്രാവകം, ഒരു ഫ്ലൂയിഡ് നമ്മൾ വയറിനകത്ത് കടത്തി വിടും. ഈ ഫ്ലൂയിഡിന് ഓസ്മോളാരിറ്റി കൂടുതലായതിനാൽ നമ്മൾ ഇടുന്ന ഫ്ലൂയിഡ് അത് ശരീരത്തിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്തിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ശരീരത്തിലുള്ള എക്സസ് വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിച്ചിരിക്കും. പക്ഷേ സ്ഥിരമുള്ള വൃക്ക തകരാറ് നമ്മൾ ശരിക്കുള്ള ചികിത്സ എന്ന് വെച്ചാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ കിഡ്നി ശരീരത്തിലുള്ള എക്സസ് വെള്ളം എക്സസ് ഉപ്പൊക്കെ കളഞ്ഞുകൊണ്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ നീരിന് ഒരു പെർമനൻറ്റ് ക്യൂർ കിട്ടും. അപ്പോൾ നമുക്ക് കുട്ടികളുണ്ടാവുന്ന നീര് പല കാരണങ്ങൾ കൊണ്ട് വരാം. പക്ഷേ വൃക്ക തകരാറ് വൃക്കയിൽ വരുന്ന അസുഖങ്ങളൊരു പ്രധാന കാരണമാണ്. എന്തുകൊണ്ട് നീര് വരുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ നീര് നമുക്ക് ചികിത്സിക്കാൻ സാധിച്ചിരിക്കും. നന്ദി, നമസ്കാരം.